ക്രിസ്മസിന്റെ സമയത്ത് നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായുള്ള സന്തോഷമുള്ള ഒരു മുഖമാണ് സാന്റാക്ലോസ്. കുഞ്ഞുകുട്ടികൾക്കൊക്കെ വളരെ പ്രിയമാണ്. താടിയൊക്കെ നീട്ടി വളർത്തി ഒരു ചുമന്ന കുപ്പായമൊക്കെ ഇട്ട് ബെൽറ്റൊക്കെ ഇട്ട് കണ്ണാടിയൊക്കെ വെച്ചുള്ള സാന്റാക്ലോസ്. എന്താണ് സാന്റാക്ലോസിന്റെ പിന്നിലുള്ള അർത്ഥം? ആരാണ് യഥാർത്ഥ സാന്റാക്ലോസ്? ഈ വീഡിയോയിലൂടെ ഇതാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഈ വീഡിയോ അവസാനം വരെ വീക്ഷിക്കുവാനായിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നു. സെയിന്റ് നിക്കോളാസ് 4th സെഞ്ചുറിയിലെ ഒരു ക്രിസ്ത്യൻ ബിഷപ്പായിരുന്നു സെയിന്റ് നിക്കോളാസ്. ഇപ്പോഴത്തെ മോഡേൺ ടർക്കിയിൽ നിന്നുള്ള ആളായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. ഹി ഈസ് നോൺ ഫോർ 4 things. 4 കാര്യങ്ങളിലാണ് അദ്ദേഹത്തെ പ്രധാനപ്പെട്ടതായിട്ട് അറിയപ്പെടുന്നത്. ഡീപ് ക്രിസ്ത്യൻ ഫെയ്ത്ത്, ആഴമേറിയ ക്രിസ്തീയ വിശ്വാസമുള്ള ഒരു ബിഷപ്പായിരുന്നു സെയിന്റ് നിക്കോളാസ്. രണ്ടാമത്തെ അദ്ദേഹത്തെ കുറിച്ചുള്ള ചിന്തയിൽ നമ്മൾ കാണുമ്പോൾ കമ്പാഷൻ ഫോർ ദ പുവർ, പാവപ്പെട്ടവരോട് വളരെ അനുകമ്പയുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ബിഷപ്പ്. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ ഒരു ട്രഡീഷൻ പറയുന്നത് സീക്രട്ട് ആക്ട്സ് ഓഫ് ജനറോസിറ്റി, രഹസ്യമായിട്ട് സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു രീതി ഈ ബിഷപ്പിന് ഉണ്ടായിരുന്നു. നാലാമത് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കെയർ ഫോർ ചിൽഡ്രൻ, വിഡോസ് ആൻഡ് ഓപ്രസ്ഡ്, കുട്ടികളുടെ സ്നേഹിതനായിട്ട്, കുട്ടികളെ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട്, അതുപോലെ തന്നെ വിധവമാരെയും പാവപ്പെട്ടവരെയും ആരും സഹായിക്കാനില്ലാത്തവരായിട്ട് സമൂഹത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തേടിയെത്തി അവരോടൊപ്പമാകുന്ന ഒരു വലിയ ഒരു ഹാബിറ്റ് ഈ സെയിന്റ് നിക്കോളാസ് എന്ന് പറയുന്ന 4th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ഈ ബിഷപ്പിന് ഉണ്ടായിരുന്നു. വൺ ഓഫ് ദ ഫേമസ് സ്റ്റോറി ടെൽസ് ഹൗ നിക്കോളാസ് സീക്രട്ലി ഗേവ് ഗോൾഡ് ടു എ പുവർ മാൻ ടു ഹിസ് ഡോട്ടേഴ്സ് മാരേജ്. വളരെ പ്രയാസത്തിലിരുന്ന ഒരു കുടുംബം തന്റെ മകളെ എങ്ങനെ വിവാഹം ചെയ്ത് അയക്കും എന്നുള്ള വലിയ ചിന്താക്കുഴപ്പത്തിലിരുന്ന ഒരു കുടുംബത്തിന് സീക്രട്ടായിട്ട്, രഹസ്യമായിട്ട് സ്വർണ്ണ ആഭരണങ്ങൾ രാത്രിയിൽ ഈ സെയിന്റ് നിക്കോളാസ് എന്ന് പറയുന്ന ബിഷപ്പ് കൊണ്ടുവച്ചു. എന്നിട്ട് അദ്ദേഹം അനോണിമസ് ആയിട്ട് മാറിപ്പോയി. അദ്ദേഹം പേര് വെളിപ്പെടുത്തുവാൻ പോലും, തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുവാൻ പോലും ഇടയായി തീർന്നില്ല. അനോണിമസ് ഗിഫ്റ്റ് ഗിവിംഗ്, അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായിട്ട് സെയിന്റ് നിക്കോളാസിനെ കാണാനായിട്ട് സാധിക്കും. ഹിസ്റ്റോറിക്കലി സാന്റാ ക്ലോസ് ഈസ് നോട്ട് എ മിത്ത് but a Christian saint whose life reflected Christ-like love എന്ന് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഈ സാന്റാക്ലോസ് ട്രഡീഷൻ ഡെവലപ്പ് ചെയ്തത്? ഓവർ സെഞ്ചുറീസ് ദ സ്റ്റോറി ഓഫ് നിക്കോളാസ് സ്പ്രെഡ് അക്രോസ് യൂറോപ്പ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് നെതർലൻഡ്സിലെ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സാന്റാക്ലോസ്, സെയിന്റ് നിക്കോളാസ് ബിക്കെയിം സിൻഡർ ക്ലാസ് എന്നുള്ള ഒരു പേരിലാണ് അറിയപ്പെട്ടതെന്ന് കാണാനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് കാലഘട്ടം മുൻപോട്ട് പോയപ്പോൾ ജർമ്മനിയിൽ ഗിഫ്റ്റ് ഗിവിങ്ങിന്റെ പിന്നിലുള്ള ഒരു സംഭവമായിട്ട് സെയിന്റ് നിക്കോളാസിനെ അവർ ഏറ്റെടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അമേരിക്കയിൽ 18-19 സെഞ്ചുറിയിലേക്ക് നോക്കുമ്പോൾ ദേ ബ്രോഡ് സിംഗർ ക്ലാസ് വിച്ച് ഇവോൾവ്ഡ് ഇൻടു സാന്റാ ക്ലോസ്. സിൻഡർ ക്ലാസ് എന്ന് പറയുന്ന സാന്റാ ക്ലോസ് ആയിട്ട് 18-19 സെഞ്ചുറിയിൽ അമേരിക്കയിൽ മാറ്റപ്പെടുന്നു. അതിനോട് ചേർന്ന് 1823 ഒരു പോയം, ദ വിസിറ്റ് ഫ്രം സെയിന്റ് നിക്കോളാസ് എന്ന് പറയുന്ന ഒരു പോയം എഴുതുവാനായിട്ട് ഇടയായി തീർന്നു. ഇത് എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ഇപ്പോഴത്തെ അഡ്വർടൈസ്മെന്റും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ 19-20 നൂറ്റാണ്ടുകളിൽ സെയിന്റ് നിക്കോളാസ് ഇൻട്രൊഡ്യൂസ് ആസ് സാന്റാ ക്ലോസ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതിനോട് ചേർന്ന് ഒരു റെഡ് സ്യൂട്ടും മനോഹരമായ ഒരു കണ്ണാടിയും ഒരു ബെൽറ്റും അതുപോലെ ചുമന്ന കുപ്പായവും കൂടെ ചേർന്നപ്പോൾ ഒരു മനോഹരമായ സാന്റാ ക്ലോസ് ആയിട്ട് ക്രിസ്മസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഈ സെയിന്റ് നിക്കോളാസ് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹിസ് ലൈഫ് റിഫ്ലക്റ്റഡ് ക്രൈസ്റ്റ് ലൈക്ക് ജനറോസിറ്റി, അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു ക്രിസ്തുവിനെ പോലെയുള്ള ഒരു ജനറോസിറ്റി, പിതാവായ ദൈവം ഈ ലോകത്തിൽ പുത്രനെ തന്നതുപോലെയുള്ള ഒരു ജനറോസിറ്റി ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹിസ് മെമ്മറി ബിക്കം അസോസിയേറ്റഡ് വിത്ത് ഗിഫ്റ്റ് ഗിവിംഗ് ഡ്യൂറിംഗ് ക്രിസ്മസ് സീസൺ. അങ്ങനെയാണ് ക്രിസ്മസ് സീസണിൽ സമ്മാനങ്ങൾ പങ്കുവെക്കുന്ന ട്രഡീഷൻ ഉണ്ടായി വന്നത് എന്നും പറയാറുണ്ട്. ക്രിസ്മസ് സെലിബ്രേറ്റ്സ് ഗോഡ്സ് ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ടു ഹ്യൂമാനിറ്റി എന്ന് നമ്മൾ ചിന്തിച്ചിട്ടും കേട്ടിട്ടുമുണ്ട്. ഇത് നിക്കോളാസിന്റെ ഒരു പിന്തുടർച്ചയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഗിവിംഗ് വിതൗട്ട് എനി എക്സ്പെക്ടേഷൻ. സെയിന്റ് നിക്കോളാസ് അപ്രകാരമുള്ള ഒരു വ്യക്തിയായിരുന്നു, ഒരു സഭാ പിതാവായിരുന്നു. പിന്നീട് നമുക്ക് നോക്കുന്ന അവസരത്തിൽ സെയിന്റ് നിക്കോളാസ് കണ്ടിന്യൂയിങ് ദ ട്രഡീഷൻ ഓഫ് ജനറോസിറ്റി, അനോണിമസ് ഗിഫ്റ്റ് ഗിവിംഗ്, അത് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കാനായിട്ടാണ് ക്രിസ്തുവും നമ്മളെ
കൊണ്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്മസ് സീസണിൽ എന്താണ് സാന്റാക്ലോസ് എന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഈ ചെറിയ വീഡിയോ നമുക്ക് സഹായകരമായി തീരട്ടെ. പ്രിയമുള്ളവരെ, അറിയാത്ത കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു മോറൽ സ്റ്റോറി എടുത്തുകൊണ്ട് നമുക്കുള്ളതിനെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ, ഇല്ലാത്തവർക്ക് കൊടുക്കുവാനായിട്ട്, ഇതൊരു സന്തോഷത്തിന്റെ അനുഭവമാക്കി മാറ്റുവാനായിട്ട് ഈ ക്രിസ്മസ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ ചിന്തകളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.